ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇടിയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ, ഇതിലെന്തിരിക്കുന്നു അത്ര സ്പെഷ്യൽ എന്നല്ലേ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മൾ സാധാരണ അരിമാവ് കൊണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഞാനിവിടെ റവ യൂസ് ചെയ്താണ് ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ സോഫ്റ്റാണ്, അരിമാവിൻ്റെ ഇടിയപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റിയുമാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് വെക്കണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വന്ന് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ അളവ്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അടച്ചു വെച്ച് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടി കെട്ടാതെ നമ്മളിത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. അടുപ്പ് സിമ്മിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ കട്ടിയാകുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പാനിൽ ഒട്ടാതെ നമുക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഒട്ടാതെ വരണം. കണ്ടോ, ഇപ്പോൾ പാനിൽ ഒട്ടാതെ വരുന്നുണ്ട്. ഈ സ്റ്റേജ് വരെ നമ്മൾ അടുപ്പ് വെച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചിത് വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ചൂട് കാണും. നമ്മുടെ കൈ താങ്ങാൻ പറ്റുന്ന ആ പരുവം ചൂട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ ചൂടാകുന്നു എങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ ചെറിയ അച്ചിൽ നിങ്ങൾക്ക് വരുമോ എന്നൊരു സംശയം കാണും. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇടിയപ്പം പിഴിഞ്ഞ് കാണിച്ചു തരാം. ഈ കുഴച്ച മാവിൽ നിന്ന് കുറച്ച് പാർട്ട് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ സേവനാഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ല എങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ടിൽ കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എല്ലാ തട്ടിലും ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇടിയപ്പം പിഴിയാൻ തുടങ്ങാം. ഇത് സേവനാഴി വെച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രസ് ചെയ്യുകയൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു തട്ടിൽ ഞാൻ ഇടിയപ്പം പിഴിഞ്ഞു കഴിഞ്ഞു. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഒന്നിനോടൊന്നും ഒട്ടുകയൊന്നുമില്ല. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ മാവും നമുക്ക് പിഴിഞ്ഞെടുത്ത് വെക്കാം. ഇപ്പം ഞാൻ എൻ്റെ 4 തട്ടിലും ഞാൻ ഇടിയപ്പം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിത് സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ തട്ടും സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിലേക്ക് നമ്മുടെ സ്റ്റാൻഡ് ഇറക്കി കൊടുത്ത് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഒരു 3 മുതൽ 4 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഇടിയപ്പം എല്ലാം വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത് പ്ലേറ്റിൽ കുറച്ച് പോലും ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. എടുക്കാൻ തന്നെ തോന്നുന്നില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. പൊട്ടിപ്പോകുമോ എന്നൊരു പേടി. ഇത് നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ ആയിരിക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവുകയുള്ളൂ. കയ്യിലെടുത്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല സോഫ്റ്റ്നെസ് ആണ്. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് തേങ്ങായും കൂടെ ചേർത്ത് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കഴിക്കും. വലിയവർക്കും നല്ലപോലെ ഇഷ്ടമാകും. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. നല്ല സോഫ്റ്റായ ഈ ഇടിയപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.